നമുക്ക് ഇന്നൊന്നൊരു കപ്പ കൊള്ളി നട്ടു നോക്കിയാലോ. അത് വേറൊരു വെറൈറ്റി ഐറ്റമാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് കൊള്ളി. ഇതിപ്പോൾ തേച്ച് കൊടുക്കും. ഇതിങ്ങനെ ഇതിനെ കൂടി മുറിച്ചിട്ട് പകുതി മുറിച്ചിട്ട് പറ്റുമൊന്നുമില്ല. ഇപ്പം വെക്കുന്ന ആടെ ഞാൻ കളിച്ചിടുന്നുണ്ട്. കളക്കട്ടെ. കളിച്ചിട്ടാകുമ്പോൾ കാണിച്ചു തരാം. കളക്കട്ടെ. ഇതിപ്പോൾ കണ്ടില്ല, ഇതിപ്പോൾ കൂടെ കളക്കുക. കളച്ചിട്ട് ഞാൻ പുതിയൊരു കാര്യത്തിലുള്ള നടലാൻ തുടങ്ങി. ഇതിപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇതിപ്പോൾ കളിച്ചിട്ട് ആണി പോലെ ആക്കിയിട്ട് ഇതിൻ്റെ അകത്ത് തോലും വളലും ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നിരത്തിയിട്ട് ഇങ്ങനെ കുണ്ടെടുത്തിട്ടുണ്ട്. ഇത് കുണ്ടെടുത്തിട്ട് അതിൽ കുണ്ടിൽ മൂടുക. ഇതിനിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഇനിയിപ്പോൾ ഈ കോഴി വളമാണ് ഇതിലിടുന്നത്. ഞാൻ ഇതിപ്പോൾ ഇതിൻ്റെ അടിയിൽ കോഴി വളം ഇടാനാണ് പോകുന്നത്. ഇതിപ്പം കണ്ടില്ലേ, ഇത് കോഴി വളം ഇത് നല്ല ഫ്രഷായ കോഴി വളമാണ്. ഇത് നല്ല ഇതാക്കിയ വളം, പൊടി വളം പോലെ കണ്ടില്ലേ. ആണ് പണിയെടുക്കുന്നത്. എന്നാ പണി? ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കോഴി വളം ഇട്ടിട്ടുണ്ട്. ഈ കോഴി വളം ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത് എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഇതേപോലെ ഇട്ടു. ഇത് പൊട്ടിച്ച് ഇനിയിപ്പോൾ എന്നാ വേണ്ടത് വെച്ചാൽ ഇതിനകത്ത് ഈ തോല് വാരി ഇട്ടു. കോഴി വളം ഇട്ടുവേ കണ്ടോ, ഇല്ല ഇതേപോലെ നമുക്കൊന്ന ചപ്പ് പറിച്ചിട്ട് അവിടെ നിരത്തി ഇടുക. നിരത്തി ഇട്ടിട്ടാകുമ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതേപോലെ നിരത്തി വെക്കുക. ആ കപ്പ നടാനാണ് ഞാൻ പോകുന്നത്. ആ കപ്പ എങ്ങനെയാണ് നടുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം കണ്ടില്ലേ, ഇപ്പം നല്ലപോലെ തോലും ഇട്ടു, നല്ലപോലെ വളം ഇട്ടു. നമുക്കൊന്നേരം ഇത് വളം ഇട്ടു. ഇത് ഇനിയിപ്പം നയ്യ വേണ്ട വെച്ചാൽ ഇത് കുറച്ച് കൊത്തി മൂടുക. ഇത് കുറച്ച് കൊത്തിയിട്ട് ഇങ്ങനെ മൂടുക. അതിന് ശേഷമാണ് നടുന്നത്. ഇപ്പോൾ ആ തൽക്കാലം മേലെ വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ പണിയെല്ലാം ഇനി പൊടിച്ച് കഴിഞ്ഞിട്ടാകുമ്പേ പണിയെടുക്കുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ട ഇതേപോലെ കുത്തി മൂടുക. ഇവിടെ കുറച്ച് മൂടിയിട്ട് എന്നാ വേണ്ട വെച്ചാൽ ആ കൊള്ളി എടുത്തിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് വെക്കാം. സാധാരണ നമ്മൾ കൊള്ളി നടുന്ന പോലെയല്ല നടുന്നത്. ഇത് വേറൊരു ഐറ്റമാണ് നടുന്നത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടോ, നമുക്കിത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി വിളവ് കിട്ടും. നമ്മൾ സാധാരണ ഒരു കിഴങ്ങിന് കിട്ടുന്ന കിഴങ്ങുകളെല്ലാം ഇത് കിട്ടുക. അതുകൊണ്ട് ഇല്ലേ, ഇനിയിപ്പോൾ പണിയെടുക്കണം. ഇത് പൊടിച്ച് വന്നിട്ടാകുമ്പോൾ നമ്മൾ രണ്ടാമത് പണിയെടുക്കാനുണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഇങ്ങനെ ആക്കി ഇതിൻ്റെ മേലെയാണ് ഞാൻ കൊള്ളി വെക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ. ഇപ്പം ഞാനിത് ഇത്തിരി ഉണ്ട്. ഇത് തേച്ചു ഇവിടെ കൊള്ളൂന്ന് പറയാൻ കഴിയില്ല. നോക്കട്ടെ, ഒരു കൊള്ളിക്കാണ് കരി കൊത്തിയേക്കാം. അത് അടുക്കത്ത് വെച്ചിട്ടാ. ഇതിപ്പോൾ എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ അടിയിലിങ്ങനെ കടത്തി വെക്കുക. ഇങ്ങനെയാണ് നടുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ കടത്തി വെക്കുക. കടത്തി വെച്ചിട്ട് മണ്ണിട്ട് കൊടുക്കുക. ഇതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇങ്ങനെ പൊടിച്ചിട്ടാകുമ്പോൾ നമുക്കുള്ള പണി. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് നേരല്ല കൊള്ളി രണ്ട് കഷ്ണാക്കാം. ഇത് നടക്കും. ഇപ്പം ഇതിപ്പോൾ ഇതേപോലെ ഇങ്ങനെ നെറ്റ് വെച്ച് ഇതാടെ വെച്ചില്ലേ. ഇനിയിപ്പോൾ ഇത് ഇവിടെ വരട്ടി വെക്കാം. ഇങ്ങനെ കടത്തി വെച്ചിട്ടാകുമ്പോൾ ഈ കൊള്ളി ഇങ്ങനെ കട്ടി വെക്കുക. കട്ടി വെച്ചിട്ടാകുമ്പോൾ നമുക്കിത് പൊടിച്ച് വന്നിട്ടാകുമ്പോൾ ഇനിയുള്ള പണി. പൊടിച്ച് മുളച്ച് വരട്ടെ. വന്നിട്ടാകുമ്പോൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം പണി. ഇതാണ് ഞാൻ ഈ കപ്പ നടുന്നത്. ഇപ്പോൾ കണ്ടല്ലോ, അത്രേ വേണ്ടു. മേലെ കുറച്ച് മണ്ണ് വരെ ഇടുക മാത്രം.
പൊടിച്ച് വന്നിട്ടാകുമ്പോൾ ഇനി വേണ്ടുന്ന പണി എന്താ വെച്ചാൽ എടുക്കേണ്ടത്. ഇപ്പോൾ തൽക്കാലം വളമിട്ട് നട്ടു, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം കണ്ടില്ലേ, എന്താ ഇതേപോലെ ഇവിടെ നട്ടു കൊടുക്കുക. ഒരു കപ്പക്കൊള്ളി നട്ടുവിടാം. അതാണ് ഞാനിപ്പോൾ ഇവിടെ നട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് പൊടിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്താ അതിൻ്റെ ബാക്കി പണിയായിട്ടുള്ള ഞാൻ അന്നേരം കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതേപോലെ ആരും കപ്പ നട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് കാണിച്ചു തരുന്നത്. ഇത് ഇവിടെ ഞാൻ ഈ കപ്പക്കൊള്ളി ഇവിടെ നടുന്നത്. ഇതിപ്പോൾ ഞാനിവിടെ നട്ടിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, അതാണ് നിൽക്കട്ടെ. അതും നമുക്ക് നോക്കാം, ഇത് നോക്കാം. ഏതാണെന്ന് നല്ല ഉഷാറും നമുക്ക് നോക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് അതാകുമ്പോൾ നമുക്ക് ഒരുപാട് വിളവെടുക്കാൻ കഴിയും. അതിന് ഉള്ളിടത്തോളം കിടന്നിടത്തോളം കിഴങ്ങ് അടിയിലേക്ക് പോവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത്ര ദൂരത്തിൽ ഇങ്ങനെ നട്ടിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെല്ലാം വെച്ചാൽ എല്ലാവരും ഇത് കാണുക. കണ്ടിട്ട് പിന്നെ ഹൈപ്പും കൂടി അടിക്കണമെന്ന്. ലൈക്ക് അടിച്ചാൽ ഹൈപ്പ് വരും. ഹൈപ്പ് വന്നിട്ടാകുമ്പോൾ ആ ഹൈപ്പും കൂടി ഒന്ന് അടിച്ചു കൊടുക്കും നിങ്ങൾക്ക്. പിന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. നാളെ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരും. അതുവരെ നന്ദി, നമസ്കാരം.